ഹൈബീഡിനോടൊപ്പം ലേബിയും കൊച്ചിയിലുണ്ട്. ഹൈബീഡിന് ഇപ്പോൾ ഈ സ്ലിപ്പ് വിതരണം ചെയ്യുന്ന സ്ഥലത്താണെന്ന് മനസ്സിലാക്കുന്നു. ലേബി, വെരി ഗുഡ് മോർണിംഗ്. വളരെ ഉഷാറാണെന്ന് തോന്നുന്നു. കൊച്ചിയിലെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസവും സ്ഥാനാർത്ഥി വളരെ കർമ്മനിരതനാണ്. ഹൈബീഡ് ചോദിക്കൂ, എന്തൊക്കെയാണ് അവസാന വട്ടത്തിലെ പ്രതീക്ഷകളൊക്കെ? രാവിലെ ഹൈബി മുണ്ടൊക്കെ മാറ്റി പാൻറിലാണല്ലോ. അതെ ഡോക്ടർ അരുൺ, വളരെ ഊർജ്ജസ്വലനായി ഹൈബി രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഹൈബി, ഡോക്ടർ അരുൺ ചോദിക്കുന്നു, ഇന്ന് ഭയങ്കര ഉന്മേഷവാനായി പാൻസ് ഒക്കെ ഇറങ്ങിയിരിക്കുകയാണല്ലോ. അല്ല, ഇന്ന് ഒരു ഫ്രീ ഡേ ആണല്ലോ. ഇന്ന് സാധാരണ പബ്ലിക് പ്രചരണങ്ങളൊന്നുമില്ല. ഞാൻ ജീവിക്കുന്ന സ്ഥലത്തെ പ്രദേശത്തെ നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം ഇന്ന് അവസാനവട്ടം സ്ലിപ്പ് കൊടുക്കാത്ത ഏരിയകളിൽ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതാണല്ലോ ഇവിടുത്തെ എൻ്റെ വേഷം. ഹൈബി ഇന്നെങ്ങനെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്? അല്ല, ഇന്ന് ചില പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അന്നദാനങ്ങളും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോകണം. പിന്നെ കല്യാണങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്വകാര്യ ചടങ്ങുകളൊക്കെ ആയിട്ട് ഒരു വളരെ നോർമൽ ഡേ. ഒരു വേറെ പ്രചരണത്തിന്റെ ഭാഗമൊന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ജനങ്ങൾ കൃത്യമായി എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം. ഡോക്ടർ എല്ലാവരോടും പ്രേക്ഷകരോടും കുതിരക്കി പോകുമ്പോൾ പറയേണ്ടത് എല്ലാവരും വോട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ടെലിഫോൺ കോള്, ഒരു വോയിസ് റെക്കോർഡ് എല്ലാവർക്കും കൊടുത്തിരുന്നു. പൊരിഞ്ഞ വെയിലാണെങ്കിലും അതിനേക്കാൾ പൊള്ളുന്ന വിഷയങ്ങൾ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണുള്ളത്. അതുകൊണ്ട് ആ ചൂടിനെ മറികടന്ന് വോട്ട് ചെയ്യാൻ വരണം. മതേതര ഇന്ത്യക്കായി വോട്ട് ചെയ്യണം. ഡോക്ടർ അരുൺ, എറണാകുളത്തെ മറ്റ് സ്ഥാനാർത്ഥികളും എല്ലാവരും രാവിലെ തന്നെ ഇന്നത്തെ അവസാന നിമിഷവും ഉപയോഗപ്പെടുത്തുന്നതിനായി, ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തുന്നതിനായി പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഹൈബിയുടെ വീടിനോട് ചേർന്നുള്ള വീടുകളിലെല്ലാം എത്തി അയൽക്കാരായ വോട്ടർമാരെ നേരിൽ കണ്ട് സ്ലിപ്പ് വിതരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ലേബി, താങ്ക് യു. ലേബിയാണ് ഹൈബിക്കൊപ്പം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളൊക്കെ ഇന്നിപ്പോൾ ഒരു ഓഫ് ഡേ മൂഡല്ല അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്ഥാനാർത്ഥികളെ പോയി കാണുമ്പോൾ 3 മണിക്കൂറും 4 മണിക്കൂറും മാത്രം ഉറങ്ങുന്ന സ്ഥാനാർത്ഥികളുണ്ട് പലയിടങ്ങളിലും. അർദ്ധരാത്രിയിൽ വന്ന് കിടക്കും. അതിനുശേഷം അതിരാവിലെ തന്നെ നമ്മളൊക്കെ രാവിലെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇവരെ വിളിക്കും. 7 മണിക്ക് നമ്മൾ ജാക്കിയുമായിട്ടൊക്കെ വരുന്ന സമയത്ത് രാവിലെ ഇവർ ഉറക്കമെണീറ്റ് വരുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് അവരോടൊരു വിഷമവും സഹതാപവും ഒക്കെ തോന്നും. പക്ഷേ അത്